പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം പാസ് ഓവർ എന്നാണ്, കടന്നുപോക്കുക എന്നാണ്. കടന്നു പോകുന്നു, പെസഹ കടന്നു പോകുന്നു. എന്താണ് കടന്നു പോകുന്നത്? സംഹാരദൂതൻ കടന്നു പോകുന്നു. സംഹാരദൂതൻ കടന്നു പോകുന്നു. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ കാണാം, സംഹാരദൂതൻ ഓരോ ഭവനത്തിൻ്റെയും വാതിൽക്കൽ വന്ന് ആ ഭവനത്തിൽ വാതിൽപ്പടിമേലും കുറുമ്പടിമേലും രക്തത്തിൻ്റെ അടയാളമുണ്ടോ എന്ന് നോക്കുന്നു. ആട്ടിൻകുട്ടിയെ കൊന്ന് ആ ആട്ടിൻകുട്ടിയുടെ രക്തം വാതിൽമേൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മുദ്ര, ആ അടയാളം അത് കണ്ട് സംഹാരകൻ ആ വീട്ടിൽ പ്രവേശിക്കാതെ കടന്നു പോകുന്നു. അടയാളമില്ലാത്ത വീടുകളിൽ സംഹാരദൂതൻ കടന്നു വന്ന് കടിഞ്ഞൂലുകളെ സംഹരിക്കുന്നു. അന്ന് അർദ്ധരാത്രിയിൽ ഉണ്ടായിരുന്ന അനേകം ഭവനങ്ങളിൽ ഈ അടയാളം ഉണ്ടായിരുന്നു, അടയാളം കാണാമായിരുന്നു. കാരണം മോശയോട് പറഞ്ഞിരുന്നു, കുഞ്ഞാടിനെ കൊന്ന് നിങ്ങൾ പെസഹ ആചരിച്ച് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വാതിൽപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടണമെന്ന്. ആ രക്തം പുരട്ടിയ ഭവനത്തിനുള്ളിൽ അകത്തിരുന്നവരെ രക്ഷപ്പെട്ടു. രക്തം പുരട്ടാത്ത ഭവനങ്ങളിൽ സംഹാരത്തിൽ വന്ന കടിഞ്ഞൂലുകളെ സംഹരിച്ചു. നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം പുരട്ടിയിട്ടുണ്ടോ? നമ്മുടെ നെറ്റിമേൽ യേശുക്രിസ്തുവിൻ്റെ രക്തം പുരട്ടിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അടയാളമുണ്ടോ? ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അടയാളം എന്താണ് അതിൻ്റെ അർത്ഥം? ക്രൂശിൻ്റെ മഹൽ സന്ദേശം ഉൾക്കൊള്ളുന്ന, സുവിശേഷത്തിൻ്റെ ശക്തിയെ ആവാഹിക്കുന്ന, അനുഗ്രഹീതമായ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ രക്ഷിക്കപ്പെടുന്ന ഭാഗ്യാനുഭവത്തെയാണ് ചിത്രീകരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അത്? ഈ തിരുരക്തം നിങ്ങൾക്ക് അടയാളമായി കിട്ടിയിട്ടുണ്ടോ? കുഞ്ഞാടിൻ്റെ തിരുരക്തം, ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ തിരുരക്തം, ലോകാനുഭവത്തിന് മുമ്പേ കുറലെടുക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ രക്തം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന് കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ച കുഞ്ഞാടിൻ്റെ രക്തം. ആ രക്തത്തിൻ്റെ അടയാളം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. അന്ന് ആ രാത്രി എൻ്റെ പാതിരിയോട് അടുത്തു മോൻ അപ്പനെ വിളിച്ചു, അപ്പാ ഒന്ന് എഴുന്നേൽക്ക്. ഇന്ത്യ മോൻ എന്താ കാര്യം? ഒന്ന് എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക് മോനെ, നിനക്ക് കുറച്ച് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ, ഇനിയിപ്പോൾ എഴുന്നേൽക്കുന്ന എന്തിനാ? അല്ല അപ്പാ, എൻ്റെ കാര്യത്തിനല്ല. ഒന്ന് എഴുന്നേറ്റ് ആ വാതിൽ ചെന്ന് നോക്കൂ. എൻ്റെ മോനെ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ കടിഞ്ഞൂലല്ലേ, കടിഞ്ഞൂൽ പുത്രനല്ലേ, ഞാൻ ഇന്ന് വധിക്കപ്പെടുകയില്ലേ ആ വാതിൽപ്പടിമേൽ കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തമില്ലെങ്കിൽ? എൻ്റെ മോനെ അക്കാര്യം നീ പേടിക്കണ്ട. നമ്മുടെ വേലക്കാരനോട് ഞാൻ രാവിലെ തന്നെ പറഞ്ഞതാണ്, രക്തം പുരട്ടിക്കൊള്ളണം, കുഞ്ഞാടിനെ കൊന്ന് രക്തം പുരട്ടിക്കൊള്ളണം ഞാൻ പറഞ്ഞതാണ്. അവൻ ചെയ്തിരിക്കും, സംശയിക്കേണ്ട. എങ്കിൽ അപ്പോൾ അവൻ നോക്കൂ. പിന്നെ സംശയിച്ചു. അവൻ എഴുന്നേറ്റില്ല. അവൻ പയ്യെ എഴുന്നേറ്റ് തപ്പി അവൻ വാതിൽക്കലേക്ക് നീങ്ങിയപ്പോൾ അപ്പൻ ഓടി ചാടി വന്നു. നോക്കിയപ്പോൾ അപ്പൻ നെഞ്ചത്തലച്ചുപോയി. അയ്യോ കഷ്ടം, വേലക്കാരനത് പുരട്ടിയില്ലല്ലോ. അയ്യോ വാതിൽപ്പടിയിൽ കുറുമ്പടിമേലും രക്തമില്ലല്ലോ. അത് പാതിരാത്രി ആയല്ലോ. അയ്യോ എന്തു വേണ്ടു? അവൻ ഓടിച്ചെന്ന് ഒരു കുഞ്ഞാടിനെ പിടിച്ചു, അതിനെ അറുത്തു, ചോര കൊണ്ടുവന്ന് വാതിൽപ്പടിയിലും കുറുമ്പടിമേലും തളിച്ചു. എന്തൊരു ഭാഗ്യം! അടുത്ത വീട്ടിൽ നിന്ന് മറുപടി മുഴങ്ങുന്നു, പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് മറുപടി മുഴങ്ങുന്നു. അവിടെ രക്തം തളിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടെ സംഹാരം കടന്നു വന്നില്ല.